ഇവിടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. ഇനി വെള്ളത്തിൽ കൂടെയുള്ള വഴികൾ പഠിക്കേണ്ടിയിരിക്കുന്നു എത്രയും പെട്ടെന്ന്. പുറം നോക്കിയാൽ വെച്ചാൽ അടിയിൽ മീനാണോ കാണുന്നത്? ഞാൻ നേരെ ഒരു തെങ്ങ് കാണുന്നുണ്ട്. അപ്പൊ അതാണ് നന്ദുവിന്റെ വീട്. ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ആക്ച്വലി ചെറിയ കുറച്ച് മെക്കാനിക്കൽ പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്ത് ഇന്ന് വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ചേട്ടനുണ്ട്, അന്നത്തെ വീഡിയോയിലും ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചേട്ടന്റെ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ശരിക്കും ബോട്ട് അന്ന് ലോഞ്ച് ചെയ്തും ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നു അല്ലേ? അപ്പൊ ഇവിടുന്ന് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കുമരകത്തുനിന്ന് നമ്മുടെ വീടിന് അങ്ങോട്ടുള്ള അത് വാട്ടർ വേണം. അപ്പൊ വണ്ടി ഓടിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൂട്ടത്തില് നമ്മുടെ ലൈസൻസ് ഉള്ള ചേട്ടനുണ്ട്, എക്സ്പീരിയൻസ് ഉള്ള ചേട്ടനുണ്ട്. അപ്പൊ ആരും ചേർക്കാല്ലേ? അപ്പൊ ഇത് ഇവിടുന്ന് എങ്ങനെയാണ് നമ്മൾ ഇപ്രാവശ്യം ട്രെയിലറിലല്ല ഇറക്കുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ക്രെയിൻ വെച്ചിട്ട് ഇറക്കുന്നത്. ഇവിടുന്ന് എങ്ങനെയാണ് ഇതിനെ വെള്ളത്തിലേക്ക് ഇറക്കുന്നത് നമ്മൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ബോട്ട് വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും വഴി ബോട്ടിൽ കയറാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ പ്രോപ്പർ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെയാണ് ഞാനിപ്പോൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പെട്രോൾ ടാങ്ക് കേട്ടോ. അപ്പം നമ്മൾ 2 ടാങ്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ ബോട്ടിൻ്റെ ഫ്യൂൽ ടാങ്ക്. ഏകദേശം 22 ലിറ്റർ വെച്ചിട്ട് 44 ലിറ്റർ പെട്രോൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. 44 ലിറ്റർ മതിയായിരിക്കുമല്ലോ ഏട്ടാ? വേണ്ട, ധാരാളം പോയിട്ട് അല്ലേ? ബാക്കി ഉണ്ടാകും. ഓക്കെ. പിന്നെ ഞങ്ങൾ തുഴ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാഡിൽ ചെയ്യാനായിട്ട്. പാഡിൽ അത്യാവശ്യമല്ലേ? പാഡിൽ എനിക്ക് വെള്ളത്തിലെ കാര്യം ആയതുകൊണ്ട് ലൈഫ് ജാക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്, 4 ഉണ്ട്, പാഡിൽസും ഉണ്ട്. ചേട്ടൻ അതൊന്ന് റെഡി ആയി കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലായിടത്തും വണ്ടിയിലോട്ട് കയറ്റാം. പിടിച്ചേട്ടാ, ഓൾ സെറ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടാങ്കും കാര്യങ്ങളൊക്കെ എടുത്ത് കുഞ്ഞപ്പാ ബാഗ് പിടിച്ചു. കുഞ്ഞപ്പൻ ശരിക്കും ഞാൻ ഈ ബോട്ട് മേടിക്കാൻ എനിക്ക് ആഗ്രഹം കയറിയ സമയത്ത് കുഞ്ഞപ്പൻ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. കാരണം ഞാനും കുഞ്ഞപ്പനും വന്നിട്ടാണ് പോൾസഞ്ചറിൻ്റെ അടുത്ത് ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ഒരു യെല്ലോ കളർ സെയിം 40 HP ഒരു ബോട്ട് സെയിം ആയിരുന്നു അല്ലേ? നീട്ടം കൂടുതലുള്ള ബോട്ടാണ്. അത് ഓടിച്ചാണ് ശരിക്കും പറയാം എനിക്ക് ബോട്ട് മേടിക്കാനുള്ള എക്സ്പീരിയൻസ് ആയത് കേട്ടോ. നമ്മൾ 4 പേരാണ് പോകുന്നത്. ജെറിങ്കോശിക്ക് വണ്ടി ഉള്ളതുകൊണ്ട് ജെറിങ്കോശി നേരെ കുമരകത്ത് വരും അല്ലേ? കുമരകത്തുനിന്ന് ജെറിങ്കോശിനെ ഞങ്ങൾ പിക്ക് ചെയ്യും. ഓൾ സെറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വല്ല വേണമെങ്കിൽ അവരോട് വിളിച്ചു പറയാം കേട്ടോ. ഞങ്ങൾ കയറിയേക്കുക. ബൈ ബൈ. കുമരകം ടു കോട്ടയം നമ്മുടെ വീട് വരെ ജെറിങ്കോശി ഉണ്ടായിരിക്കും ബോട്ടിൽ കേട്ടോ. അപ്പോൾ ചേട്ടാ ഞങ്ങൾ പോയിട്ട് ചേട്ടാ. താങ്ക്സ് ചേട്ടാ. പോയിക്കോണേ. ബൈ ബൈ. താങ്ക്സ് ചേട്ടാ. ഇനിയിപ്പോൾ ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ഷൈൻ ചേട്ടനാണ്. ചേട്ടൻ ആക്ച്വലി ബോട്ടെ പിടിച്ചേക്കായിരുന്നു. ചേട്ടനാണ് ആക്ച്വലി എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. പാർട്ട് ടൈം ആയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 4 ദിവസമല്ലേ ചേട്ടാ നമ്മുടെ ലൈസൻസ് കിട്ടാനായിട്ട്. അപ്പോൾ ഓൾ സെറ്റ്. നമ്മൾ വണ്ടിക്കകത്ത് എല്ലാം നമ്മുടെ പെട്രോള് എല്ലാ സാധനവും ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് നിങ്ങൾ കയറിക്കോ. അപ്പോൾ ചേട്ടൻ ബോട്ടിൽ നിന്ന് വിടാനായിട്ട് പറ്റും. ഓൾ സെറ്റ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പുറകിൽ. കുഞ്ഞപ്പാ നീ ഇവിടെ കയറിയിരുന്നോളൂ. ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ബോട്ട് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ചേട്ടാ? ഏകദേശം 45 മിനിറ്റ്. ഏകദേശം എത്ര ദൂരം ഉണ്ടായിരിക്കും പറയാനായിട്ടാണെങ്കിൽ? 35 കിലോമീറ്റർ അല്ലേ? 35 കിലോമീറ്ററാണ് നമ്മൾ കുമരകം എത്തും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബോട്ട് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് ഫ്രണ്ടിലോട്ട് ലോഡ് വരാൻ വേണ്ടി ഞാനും ചേട്ടൻ ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 35 കിലോമീറ്റർ 3/4 മണിക്കൂറാണ് നമുക്ക് സമയം. അങ്ങനെയുണ്ടല്ലോ. ഏകദേശം ഒരു 40 മിനിറ്റ് ചേട്ടാ. 40 എത്ര മിനിറ്റ് ആയി കാണും? ചേട്ടൻ കറക്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ. 40 മിനിറ്റ് ആയിട്ടില്ല. ഒരു 35-40 മിനിറ്റ് കൊണ്ട് നമ്മൾ തണ്ണീർമുക്കം ബണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് തണ്ണീർമുക്കം ബണ്ടിലെ നാഷണൽ വാട്ടർവേ ആണ്. ഇതാണ് ജലപാത 3 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 106 കിലോമീറ്റർ ഡയറക്റ്റ് കൊല്ലമാണ് കേട്ടോ. അപ്പൊ നമ്മൾ യൂഷ്വലി വരുമ്പോഴേക്കും ഇവിടെ ഒരാൾ കാണും. പിൻ കേസ് അടച്ചിരിക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവർ തുറന്നു തരും അല്ലേ? ഷട്ടർ തുറന്നു തരും അല്ലേ? അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് അധികം ദൂരമില്ല. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് നമ്മുടെ വീട്ടിലെത്തും. ഇവിടെ ഒട്ടും ഓളമില്ല. ഇതുപോലെ കിടക്കുവാണെങ്കിൽ എന്തൊരു സുഖമായിരുന്നു അല്ലേ? ഇവിടുത്തെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 7 അടിയാണ് കേട്ടോ. ഏകദേശം 7-8 അടിയാണ് കാണിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര ശാന്തമാണല്ലോ. അല്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും ഡെപ്ത് കൂടിക്കൂടി വരുവാണ്. 13 അടി 14 അടിയായി. നമ്മൾ എന്താണെങ്കിലും നമ്മുടെ ഫിഷ് ഫൈൻഡർ വെച്ച് നന്നായി നമുക്ക് അത്യാവശ്യം ഇതിന്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അടിയിൽ മീനാണോ കാണുന്നത്? നമ്മുടെ അങ്ങോട്ട് കയറുന്ന വഴികളെല്ലാം നല്ല രസമുള്ള വഴികളാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇനി ഇങ്ങോട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫുള്ള് ഹൗസ് ബോട്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇഷ്ടംപോലെ ഹൗസ് ബോട്ട്സ് ഉണ്ട്.
നമ്മളങ്ങനെയുണ്ടല്ലോ കുമരകത്ത് നിന്ന് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലോട്ടുള്ള കനാലിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ വീടിന്റെ അടുത്ത സ്ഥലം മണിയാവരം എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ നാഷണൽ വാട്ടർവേ ആണ്. നേരത്തെ ബോട്ട് ജെട്ടിയൊക്കെ ഉണ്ടായ സ്ഥലമാണ്. ഇപ്പോഴും ബോട്ട് ഓടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ താഴ്ച വളരെ കുറവാണ്, 5 അടി താഴ്ചയുള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോഴേക്ക് ഈ സൈഡൊക്കെ താഴ്ച ഭയങ്കര കുറവാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല പുല്ലും കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ 8 അടി താഴ്ചയാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലോർ കേട്ടോ. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ഇതിനെ യൂസ് ചെയ്യേണ്ട അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ല, പയ്യെ ഇരുന്ന് പഠിക്കണം. പിന്നെ ഇതിന് കുറേ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിനകത്ത് നമുക്കിപ്പം ട്രഡീഷണൽ വ്യൂ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ക്ലിയർ വ്യൂ വന്നിട്ട് നോക്കാം, ഇതെന്താണ് സംഭവം നോക്കാമല്ലോ. ഇതാണ് ക്ലിയർ വ്യൂ കേട്ടോ, ഇതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ട്രഡീഷണൽ പ്ലസ് ക്ലിയർ വ്യൂ കുറേ സംഭവങ്ങളുണ്ട്. ഇതിപ്പം 9.5 അടി താഴ്ചയാണ് കാണിക്കുന്നത്. നന്നായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡിവൈസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാം അതിനെക്കുറിച്ച്. ഇനിയിപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് ഈ ഹൗസ് ബോട്ടൊക്കെ പോകാത്ത വഴികളിൽ കൂടെയാണ്. ചെറിയ ബോട്ടുകളും വള്ളങ്ങളൊക്കെ പോകുന്ന വഴിയാണ്. അതായത് നമ്മൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട് കേട്ടോ, കുറേ പിള്ളേരുണ്ട്. എടാ എങ്ങനെയാ മനസ്സിലാക്കിയേ? താങ്ക് യു സോ മച്ച്. വീട് എവിടെയാ? അടുത്താണോ? ഞങ്ങൾ വീട്ടിലോട്ട് പോവാ. ബില്ല് നമ്മുടെ മണിയാറുമ്പ് അവിടെ ചീപ്പും വിളിയല്ലേ? അപ്പൊ ഈ വഴി അങ്ങ് പോകാനായിട്ടാ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. ഉറപ്പായിട്ട് പറയാം, ഈ വീഡിയോ വരും കേട്ടോ. പിന്നല്ല, ഇവിടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. താങ്ക്സ് കേട്ടോ. അപ്പൊ കാണാം, ലേറ്റ് ആയി പോയിക്കുവാ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം. ശരി, ബൈ. ആരാ ബോട്ട് കണ്ടുപിടിച്ചേ? താങ്ക് യു. അപ്പൊ കാണാം. അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇനി ഇപ്പൊ പയ്യെ ചീപ്പുങ്കിലേക്ക് കയറുവാണ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണ് ചീപ്പുങ്കല്. നമ്മൾ അവിടുന്ന് വീണ്ടും അകത്തേക്ക് പോകും. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ 2 സൈഡിൽ ഹൗസ് ബോട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ്, ഡോക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ചീപ്പുങ്കൽ എന്ന് പറയും ഈ ഒരു സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് ചീപ്പുങ്കൽ മണിയാവറമ്പാണ് കേട്ടോ. മണിയാവറമ്പിന്റെ അവിടുന്ന് പുലിക്കുട്ടിശ്ശേരി, അവിടെ റാണി റൈസ് എന്ന് പറഞ്ഞിട്ട് റൈസ് മില്ലൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഇവിടുന്ന് പയ്യെ അകത്തേക്ക് കയറുവാണ്. നമ്മൾ ഏറ്റവും ലോ ത്രോട്ടിലാണ് പോകുന്നത്. ഇത് നാഷണൽ വാട്ടർവേ ആണ് കേട്ടോ. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബോട്ട് ജെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഹൗസ് ബോട്ടൊക്കെ മെയിൻ ആയിട്ട് ഡോക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ, ആൾക്കാരെ പിക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. തണൽ നോക്കി നിർത്തിയാണ്. അപ്പോൾ ഒരു അമ്മച്ചി ചൂണ്ടിയിടുന്ന നോക്കി ഭയങ്കര സന്തോഷമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മുടെ ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ജെറിങ്കോശി. ബോട്ടിൽ ഇങ്ങനെ ഇത്ര ദൂരം പോയിട്ടുണ്ടോ? അല്ലേ? വാട്ടർവേസ്. നമ്മുടെ ഈ കേരളത്തിലെ വാട്ടർവേസിനെ കുറിച്ച് എന്നാ അഭിപ്രായം? ടൂറിസത്തിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് ആയിരിക്കും അല്ലേ? മാർക്കറ്റാണ്. കുറച്ചും കൂടി ശരിക്കും പറഞ്ഞാലേ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണോ ഇത്? അല്ലേ? ലോകത്തിൽ വേറെ എങ്കിലും ചിലപ്പോൾ കാണത്തില്ല ഇത്രയും ഭംഗിയുള്ള വാട്ടർവേസ് കേട്ടോ. അതെ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇവിടുന്ന് നേരെ മണിയാപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതിന്റെ സൈഡിൽ കൂടെ ഒത്തിരി പേര് ചൂണ്ടയിടുന്നുണ്ട്. ശരിക്കും നമ്മളും ചൂണ്ടയിടുന്ന സ്ഥലമാണ്. ഇനി അകത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഇനിയുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ, വളരെ ഷോർട്ട് ഡിസ്റ്റൻസ്, വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എത്തിപ്പെടാനായിട്ട് പറ്റും. ഇപ്പൊ ജെറിങ്കോശി തന്നെ പറയുമായിരുന്നു. ജെറിൻ പറഞ്ഞു, ഞാൻ ഏകദേശം 1.5 മണിക്കൂർ എടുത്തു നമ്മൾ ബോട്ട് കൊച്ചിയിൽ നിന്ന്. അപ്പൊ ഞങ്ങൾ ഏകദേശം 40 മിനിറ്റ് കൊണ്ട് അടുപ്പിച്ചെത്തും. അത് ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ നമ്മൾ നിർത്തിയാണ് വന്നേ. അപ്പൊ അല്ലെങ്കിൽ മോർണിംഗ് സമയമൊക്കെ ആണെങ്കിൽ ഒരു 35 മിനിറ്റോടെ എത്താൻ പറ്റും. അരമണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് എത്താം അല്ലേ? നമ്മൾ ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ പയ്യെ, നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റവും സ്ലോ ആയിട്ടുള്ള ത്രോട്ടിലാണ് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ വള്ളങ്ങളും അതുപോലെ വള്ളത്തിലിരുന്ന് ചൂണ്ടയിടുന്ന ആൾക്കാരും അല്ലെങ്കിൽ വള്ളം തന്നെ സൈഡിൽ കെട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇതുവഴി അങ്ങോട്ട് വളരെ പയ്യാണ് പോകുന്നത്. നമുക്കറിയാവുന്ന നമ്മുടെ നാട്ടുകാരാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇനി അങ്ങോട്ട് ഫുള്ള് കണ്ടവും ചെറിയ കാര്യങ്ങളൊക്കെയാണ്. ജെറിങ്കോശി വെൽ പ്രിപ്പയർഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് സ്നാക്സ് ഒക്കെ ആയിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. താങ്ക് യു. കുഞ്ഞപ്പ അതിന് കിട്ടിയോ? ജെറിനെ ജിനോചാറിനും കൂടെ എന്നാ വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടുന്ന് വളരെ അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. നമുക്കൊരു 1/4 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമായിരിക്കണം. ഇതേവരെ അപ്പച്ചൻ അവിടെ നിന്ന് ചൂണ്ടയിടുന്ന നോക്കിയേ. ആൾക്ക് മീൻ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. തൊട്ടടുത്തൊരു കവർ നോക്കിയിട്ടുണ്ട്. മീൻ കിട്ടും. കവറത്ത് മീനുണ്ടല്ലോ, ചില്ലാങ്കൂരിയാന്ന് തോന്നുന്നു. അടിപൊളി. നമ്മൾ സ്ഥിരമായിട്ട് ചൂണ്ടയിടാൻ വരുന്ന സ്ഥലങ്ങളാണിത്. നമ്മൾ ഇവിടുന്ന് പയ്യെ അകത്തേക്ക് പോവാണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം ഇനിയിപ്പോൾ ഞാനാണ് ഓടിക്കുന്നത്. ചേട്ടൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും
ഇത് ഓടിച്ച് പഠിക്കണം. നമ്മൾ പുതിയ സിറ്റുവേഷൻസ് ഒക്കെ ആദ്യമായിട്ടായിരിക്കും ഫേസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വെള്ളത്തിൽ കൂടെ ഓടിക്കുന്നത്. ഞാൻ കായലിൽ കൂടെയാണ് കൂടുതൽ ഓടിച്ചിരിക്കുന്നത്. അപ്പം ചേട്ടൻ എനിക്ക് സൈഡിൽ നിന്നെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇവിടുന്ന് വളരെ അടുത്താണ് കേട്ടോ നമ്മുടെ വീട്. നന്ദുവിൻ്റെ വീട്ടിലാണ് നമ്മൾ ബോട്ടിൽ നിന്ന് പാർക്ക് ചെയ്യുന്നത്. എല്ലാം ഭയങ്കര രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മൾ കരയിൽ നിന്ന് കാണുന്ന പോലെയല്ല. ഞാൻ ആദ്യമായിട്ടാണ് വെള്ളത്തിൽ നിന്ന് ഈ സ്ഥലങ്ങൾ കാണുന്നത്. നമ്മൾ കരയിൽ നിന്ന് കാണുന്ന ആ ഒരു ഫീൽ അല്ല വെള്ളത്തിൽ നിന്ന് കാണുന്നത്. ലൈസൻസ് കിട്ടിയതുകൊണ്ട് കാര്യമില്ല. നമ്മളിത് പ്രോപ്പറായിട്ട് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിൽ കൂടെ എല്ലാം മീൻ പിടിക്കാൻ പറ്റും കേട്ടോ. ഇതിലമ്പഴിയൊക്കെ നമ്മൾ മീൻ പിടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ചെറുമീനടിക്കാൻ പറ്റിയ സ്ഥലമാണ്. അത് ശരിക്കും പറഞ്ഞാൽ മഴ പെയ്തുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഈ ബോട്ടുമായിട്ട് ഇതിലമ്പഴി വരാൻ വേണ്ടി പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കില്ല, ഫ്രണ്ടിലുണ്ടോ പോള കിടക്കുന്നുണ്ടോ? ഈ പോള ഫുള്ള് ചിലപ്പോൾ ആറ് നിറച്ച് പോളയായിരിക്കും. ഇതിപ്പോൾ പോളയൊക്കെ കുറേ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു നല്ലതായിട്ട് കുറച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പോള ഫുള്ള് പോകും കേട്ടോ. ഇവിടുന്ന് ഇനി 10-20 മിനിറ്റേ ഉള്ളൂ നമ്മൾ നന്ദുവിൻ്റെ സ്ഥലത്ത് എത്താനായിട്ട്. ഇവിടുന്ന് പുലിക്കുട്ടിശ്ശേരി റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇനി വെള്ളത്തിൽ കൂടെയുള്ള വഴികൾ പഠിക്കേണ്ടിയിരിക്കുന്നു എത്രയും പെട്ടെന്ന്. ശരിക്കും നിങ്ങൾ കാണുന്ന ഈ ഒരു തോടിൻ്റെ 2 സൈഡിൽ കൂടെയുള്ള റോഡിൽ കൂടെയൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം ബൈക്കൊക്കെ ഓടിച്ച് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന വഴികളായിരുന്നു. പക്ഷേ വെള്ളത്തിൽ കാണുമ്പോൾ നമുക്ക് ഒരു സ്ഥലവും മനസ്സിലാകുന്നില്ല. നമുക്ക് ലാൻഡ് മാർക്സ് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ശരിക്കും പോകേണ്ട വഴി അങ്ങോട്ടാണ്. പക്ഷേ അവിടെ പോളയാണ്, പോകാൻ പറ്റത്തില്ല ചേട്ടന്മാർ പറഞ്ഞേ. ആണല്ലേ? ഓക്കെ ഏട്ടാ. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മീനച്ചിലായിട്ട് ചാടാന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പാഡിലെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് സൈഡ് കുത്തണമെങ്കിൽ ആവശ്യം വന്നാൽ മാത്രം. എല്ലാവരും നോക്കിക്കണം. അല്ല, ഒന്ന് പയ്യെ ഒന്ന് ഇത് ഇട്ട് വിട്ടാൽ മതി, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഇട്ടാൽ മതി ചേട്ടാ. പുറം നോക്കിയാന്ന് വെച്ചാൽ ആ സൈഡൊന്ന് കുത്തി വിട്ടോ വേണമെങ്കിൽ. ആ ഓക്കെ, പെർഫെക്റ്റ്. പിന്നെ വീഡിയോ എടുത്തോ? കറക്റ്റ് ആയിരുന്നു. ചേട്ടൻ്റെ റിസ്കി ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ. റിസ്കി ഒന്നും അല്ലായിരുന്നു കേട്ടോ. ഇതിനു വേണ്ടി കഴിഞ്ഞ ദിവസം ബോട്ട് വന്നാന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. ഞാൻ സംസാരിച്ച മൊത്തം ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. സ്ഥിരമായിട്ട് ഓടിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഓടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നാണ് നമുക്ക് ഇതിലമ്പഴി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റിയത്. എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല. ഞാനാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിടത്തേ ഉള്ളൂ. നമ്മൾ ഇതിലമ്പഴി അകത്തേക്ക് പോവുകയാണ് വീണ്ടും. എന്നാണ്ട് വിശേഷം? ഹായ്. കുഞ്ഞു പിള്ളേർ കുറേ പേരുണ്ട് കേട്ടോ. നമ്മൾ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ നേരെ ആറ്റിലോട്ട് ഇടുമ്പോഴേക്ക് സംഭവിക്കുന്ന ഇതാണ് കേട്ടോ. നമുക്ക് വേണ്ടാത്തതെല്ലാം നമ്മൾ പെറുക്കി ആറ്റിലോട്ട് ഇടും. ചേട്ടനാണെങ്കിൽ അതിപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ഇവിടെ സ്റ്റക്കായി കിടന്നപ്പോഴേ ഞങ്ങളെ രക്ഷിച്ചവന്മാരാണ് കേട്ടോ ഇവർ. മോൻ്റെ പേരെന്നാ? ആദിത്യനും ജിജിനും. ഇവരാണ് നമുക്ക് കത്തി മേടിച്ചുകൊണ്ട് തന്നത്. കരിപ്പത്തൂർ സ്കൂളാണ് പഠിക്കുന്നത് അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7 മോനോ? 6. അപ്പോൾ താങ്ക്സ്. ഇതിലമ്പോഴേക്ക് ഓടിക്കാൻ നമ്മൾ സ്ഥിരമായിട്ട് ഓടിച്ച എക്സ്പീരിയൻസ് വേണം അല്ലേ? 1.9 ഫീറ്റ്. നമുക്കിത് എഞ്ചിൻ പൊക്കണം ഇച്ചിരി. രണ്ടടുത്ത് ആഴ്ച ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. അത് താഴ്ചയുണ്ട് അത്യാവശ്യം. ശരിക്കും ഇങ്ങനത്തെ കുഞ്ഞു വഴി പോകാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ചേട്ടനാണെങ്കിലും ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും ചേട്ടൻ ഫുള്ള് കാര്യങ്ങൾ നോക്കിയിട്ട് ഓടിക്കത്തുള്ളൂ. ഇവിടുത്തെ താഴ്ച എന്ന് പറഞ്ഞാൽ 2 അടിയാണ്. 2 അടി 3 അടിയാണ് ഐഡിയലി നമുക്കിത് ഓടിക്കാൻ വേണ്ട ഡെപ്ത്. വേറെ പേടിക്കണ്ട, ഇതൊക്കെ ഒരു കുഴപ്പമില്ല കാര്യമല്ലേ. വളരെ നൈസായിട്ട് പോയി. ഇവിടെ നേരിട്ട് വലത്തോട്ട് പോകാനാണ് പറഞ്ഞല്ലേ? നമ്മൾ അവിടുന്ന് വീണ്ടും കുറച്ചും കൂടെ നാരോ ആയിട്ടുള്ളൊരു തോട്ടിലോട്ട് കയറിയിരിക്കുവാണ്. നമ്മൾ മെയിൻ ആറ്റിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളു കേട്ടോ. നമുക്ക് അത് ശരിയാണ് കേട്ടോ. നമ്മൾ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അവിടെ ഒരു ചെറിയൊരു ഇതിവിടെ താഴ്ചയുണ്ട്. 3 അടി താഴ്ചയുണ്ട് വെള്ളത്തിന്. നമ്മൾ 2-3 പാലങ്ങൾ കയറി ഇറങ്ങുന്നു. നമ്മൾ വളരെ സ്ലോ ത്രോട്ടിലാണ് പോകുന്നത്. അതായത് വേറെ ഓളം ഒന്നും ഉണ്ടാക്കാതെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെയാണ് പോകുന്നത്. 1.5 അടി. അങ്ങനെയുണ്ടല്ലോ, ബാഗും പടുതയും തുണിയൊക്കെ കാരണം നമ്മുടെ യാത്ര ഇച്ചിരി നേരത്തെ ആയി. നമ്മൾ ലേറ്റ് ആയി കേട്ടോ. സമയം 8 മണി ആവാറായി. ഞങ്ങൾ വളരെ സ്ലോ ആയിട്ട് പയ്യെ. ഇത് പിന്നെ ഇനി അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് അറിയാവുന്ന വഴികളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നന്ദുവിൻ്റെ വീട്ടിലേക്ക്. നന്ദുവിൻ്റെ വീട് ഈ വളവ് കഴിഞ്ഞിട്ട്, ഇതൊരു തോടാ, ഈ തോട് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ്. അങ്ങനെ ഫൈനലി നമ്മൾ നന്ദുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നന്ദുവിനോട് നമ്മൾ നേരത്തെ എത്തുമെന്നാണ് പറഞ്ഞു കേട്ടോ. പോളയും ബാഗും പടുതയാണ് നമ്മളെ ചതിച്ചത്. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റത്തില്ലായിരിക്കും. നേരെ ഒരു തെങ്ങ് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് നന്ദുവിൻ്റെ വീട്. ഇതാണ് കടവ്.
ഇതാണ് ചേട്ടാ വീട്. ഇത് നമുക്ക് ആ മാവിൻ്റെ അപ്പുറത്തേക്ക് അടുപ്പിക്കാം. അവിടെ ഒരു കടമുണ്ട്, ഇവിടെ ഒരു മാവുണ്ട് ചേട്ടാ. നമുക്കെനിക്ക് ഇങ്ങനെ കറക്കി എടുക്കാൻ തോന്നുന്നു അല്ലേ? നമുക്ക് എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്? ഇവിടെ പാർക്ക് ചെയ്യാം. ഈ സൈഡ് പാർക്ക് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. നന്ദു അറിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ വന്ന കാര്യം. നന്ദുവേ എടാ ആറ്റിലോട്ട് വാ. നീ എവിടെയാ? ഓ ആണോ? ഓക്കെ 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 ശരി ശരി ശരി. നമ്മളിവിടുന്ന് എനിക്ക് തോന്നുന്നു ആ മാവിൻ്റെ അടിയിലോട്ട് കയറ്റിയിടാൻ തോന്നുന്നു. അവിടെ ആകുമ്പോഴേക്കും തറയുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ അടി മുട്ടിയിരിക്കുകയും ചെയ്യുമല്ലോ. അങ്ങളെ ഞങ്ങളിത് അടുപ്പിച്ചോണ്ടിരിക്കുക. അവിടെ ഭയങ്കര പോളയൊക്കെ ആയിരുന്നു. ദേ അങ്ങളെ ഒരു എലി. ദേ കറക്റ്റ് സമയത്ത് നന്നൊരു അച്ചാച്ചി വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടേക്ക് അടുപ്പിക്കാൻ പോകണം കേട്ടോ. കയറ് കൊടുത്തിട്ടുണ്ട് പ്രോപ്പർ. എത്തി ദിനോശ ഇറങ്ങിയിട്ടുണ്ട്. ദിനോശ ഇത് ബോട്ടിൽ നിന്ന് പിടിച്ച് കൈ കൊണ്ട് പിടിച്ചാൽ മതി. വഴി തെറ്റിയല്ല ഞങ്ങളെ മൊത്തം പോളയായിരുന്നു. പോളയും ബാഗും ഒക്കെ ഇരുന്ന് ഉടക്കി പയ്യെ ഞങ്ങൾ കുറേ തുഴഞ്ഞു. ഓൾ സെറ്റപ്പ് നമ്മൾ ഇതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് ഇതിന് ഡോക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പറയാണ്. ഹലോ 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 നീയല്ലേ പേരുന്നു നിങ്ങളെ? ജോയൽ കെവിൻ. നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 10ലോട്ട്. എന്നാ ക്ലാസ് തുടങ്ങുന്നേ? അവിടെ അടുപ്പിക്കാനായിട്ടേ ഹൗസ് ബോട്ടുള്ള സ്ഥലമായതുകൊണ്ട് അത് അടുപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങളിവിടെ ഒരാളെ കൂടെ നോക്കി നിൽക്കുക. ജെറിൻ എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇനി വരും, അടുത്ത വീഡിയോ വരും. ആവശ്യം ഉണ്ടായിരുന്നോ? പോകുന്ന വഴിക്കാണ് നമ്മുടെ ഫ്രെയിമിന്റെ കണ്ടം. ഫ്രെയിമിന് കയറാൻ പോകുന്ന വഴിക്കാണ്. നിന്റെ പേരെന്നാ? ആരോമൽ. എടാ നിന്റെ പേരെന്നാടാ? ആൽബിൻ. ആൽബിൻ ആക്ച്വലി നമ്മളെ കണ്ടത് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. മറ്റേ ആളെന്തേ വന്നില്ലേ? ഞങ്ങൾ പൊക്കോട്ടെ. ഇത് നമ്മുടെ പ്രൊപ്പലറിൽ കുടുങ്ങിയ സാധനമാണ് നിങ്ങൾ കണ്ടത്. അറിയോ? പഠിക്കണേ, അതൊക്കെ പഠിക്കണേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പാട്ട് പാടേ കുഞ്ഞപ്പന്റെ പാട്ട് പാടേ. ഇത്ര കഴിയുമ്പോ പാടും ശരിക്കും.